മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ ഓഫീസുകളിലെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വം കർശനമായ പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. നേതൃത്വത്തിന്റെ പൂർണ്ണമായ അറിവോടെയും അംഗീകാരത്തോടെയും കൂടിയല്ലാതെ മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം യാതൊരു നിയമനവും നടത്തരുതെന്നാണ് ലീഗ് ഉന്നതാധികാര സമിതിയുടെ കർശന നിർദ്ദേശം. മന്ത്രിമാരുടെ ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കാനും അർഹരായ പാർട്ടി പ്രവർത്തകർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കാനുമാണ് ഈ പുതിയ നീക്കം. ലീഗ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പദവികളിലേക്ക് വൻതോതിൽ അപേക്ഷകൾ പ്രവഹിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭരണം കൂടുതൽ സുതാര്യമാക്കാനും പാർട്ടി നിയന്ത്രണം ശക്തമാക്കാനും ലീഗ് ഉന്നതാധികാര സമിതി ഈ നിർണായക നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത്. മന്ത്രിമാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തന പരിചയത്തിന് മുൻഗണന നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം. പേഴ്സണൽ സ്റ്റാഫ് അംഗമാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റികളുടെ ഔദ്യോഗികമായ അംഗീകാര പത്രം നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട്. ഇത്തരം അംഗീകാര പത്രങ്ങളില്ലാതെ ഒരൊറ്റ വ്യക്തിയെയും മന്ത്രിമാർ തങ്ങളുടെ സ്റ്റാഫിലേക്ക് പരിഗണിക്കരുതെന്ന നേതൃത്വം കടുത്ത ഭാഷയിൽ ഓർപ്പിക്കുന്നു. അർഹമായ സാധാരണ പാർട്ടി പ്രവർത്തകരെ മാറ്റി നിർത്തി മന്ത്രിമാർ തന്നിഷ്ടപ്രകാരം നിയമനങ്ങൾ നടത്തുന്നത് തടയാൻ ഇതിലൂടെ സാധിക്കും. നിയമന പ്രക്രിയ കൂടുതൽ കൃത്യതയുള്ളതാക്കാൻ ഉന്നത നേതാക്കളടങ്ങുന്ന പ്രത്യേക സമിതിയെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിനുള്ള കർശനമായ മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനും വരുന്ന അപേക്ഷകൾ വിശദമായി പരിശോധിക്കാനുമാണ് PMA സലാമിനെയും പാണക്കാട് റഷീദ് അലി തങ്ങളെയും പാർട്ടി പ്രത്യേകമായി നിയോഗിച്ചത്. ഇവരുടെ നേതൃത്വത്തിലുള്ള സമിതി അംഗീകരിക്കുന്ന പട്ടികയ്ക്ക് മാത്രമേ മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഇടം ലഭിക്കൂ. ഭരണ സംവിധാനത്തിലെ ഡെപ്യൂട്ടേഷൻ തസ്തികകളിലേക്കും പാർട്ടിയുടെ പോഷക സംഘടനകളുടെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ലീഗ് ഉറപ്പുവരുത്തുന്നു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് ഡെപ്യൂട്ടേഷൻ അടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ജീവനക്കാരെ നിയമിക്കുമ്പോൾ പാർട്ടി അനുകൂല സർവീസ് സംഘടനകൾ നൽകുന്ന മുൻഗണനാ പട്ടിക മാത്രമേ പരിഗണിക്കാവൂ എന്നും മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. മന്ത്രിമാരുടെ ഓഫീസുകളുടെ മേൽ പാർട്ടിക്ക് പൂർണ്ണമായ മേൽക്കൈ ഉറപ്പാക്കിക്കൊണ്ട് അണികൾക്കിടയിലെ അതൃപ്തികൾ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് ലീഗ് ഈ കടുത്ത നിബന്ധനകളിലൂടെ ശ്രമിക്കുന്നത്. ഭരണ സംവിധാനം കേവലം മലപ്പുറം ജില്ലയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുന്നുവെന്ന ആക്ഷേപം ഒഴിവാക്കാനും സംസ്ഥാന വ്യാപകമായി പാർട്ടിയുടെ സ്വാധീനം ശക്തമാക്കാനും ലക്ഷ്യമിട്ടാണ് ലീഗ് ഉന്നതാധികാര സമിതി പുതിയ റീജിയണൽ ഫോർമുലയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. മന്ത്രിമാരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പാർട്ടിയോട് പൂർണ്ണ വിശ്വസ്തത പുലർത്തുന്ന പ്രമുഖ നേതാക്കളെയാണ് ഓരോ ഓഫീസിന്റെയും തലപ്പത്തേക്ക് നിയോഗിക്കുന്നത്. മുസ്ലിം ലീഗിന് ശക്തമായ അടിത്തറയുള്ള എന്നാൽ ജനപ്രതിനിധികൾ കുറവായ ജില്ലകളിൽ അണികൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. പാർട്ടിക്ക് നിലവിൽ മന്ത്രിമാരോ MLA-മാരോ ഇല്ലാത്ത ജില്ലകൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളിൽ ഇത്തവണ പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്ന് ലീഗ് നേതൃത്വം കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിലൂടെ വികസന പ്രവർത്തനങ്ങൾക്കും പാർട്ടി ഏകോപനവും എല്ലാ ജില്ലകളിലേക്കും ഒരുപോലെ എത്തിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരുടെ ഓഫീസുകളിലേക്കും പാർട്ടി വിശ്വസ്തരായ നേതാക്കളെ തന്നെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിമാരാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ട നിയമന പട്ടികയും തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസൂറിന്റെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ലീഗ് കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി സുൽഫിക്കർ സലാമിനെ നിയമിക്കും. ദക്ഷിണ കേരളത്തിൽ മുൻഗണന നൽകുക എന്ന പാർട്ടിയുടെ പുതിയ ശൈലിയുടെ ഭാഗമാണിത്. കണ്ണൂർ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന KM ഷാജിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി മലപ്പുറം ജില്ലാ സെക്രട്ടറി KM ഗഫൂറിനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ സീനിയർ നേതാവായ MK മുസ്തഫയുടെ സേവനം PK കുഞ്ഞാലിക്കുട്ടിയുടെയോ അഥവാ അബ്ദുൽ ഗഫൂറിന്റെയോ ഓഫീസുകളിലേക്ക് ലഭ്യമാക്കാനാണ് തീരുമാനം. കൂടാതെ യുവജന പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനായി MSF ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു, അബ്ദുറഹ്മാൻ ഹൂദവി എന്നിവരുടെ പേരുകളും തന്ത്രപ്രധാനമായ തസ്തികകളിലേക്ക് സജീവമായി പരിഗണിച്ചു വരുന്നു. മന്ത്രിമാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കൊപ്പം തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയ സമവായങ്ങളും പ്രാദേശിക വികാരങ്ങളും കൃത്യമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ പേഴ്സണൽ സ്റ്റാഫിന്റെ ഉന്നത പദവികളിലേക്ക് ലീഗ് ആളെ നിശ്ചയിച്ചിരിക്കുന്നത്. ഭരണത്തിൽ മന്ത്രിമാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമ്പോഴും പേഴ്സണൽ സ്റ്റാഫ് പോലെയുള്ള തന്ത്രപ്രധാന നിയമനങ്ങളിലേക്ക് പാർട്ടിക്ക് കൃത്യമായ മേൽക്കൈ വേണമെന്ന ലീഗിന്റെ കടുത്ത നിലപാടാണ് പുതിയ മാർഗരേഖയിലൂടെ വ്യക്തമാകുന്നത്. അണികൾക്കിടയിലെ അതൃപ്തികൾ പരിഹരിക്കാനും പ്രാദേശിക സമവായങ്ങൾ നിലനിർത്താനും ഈ പുതിയ മാനദണ്ഡങ്ങൾ സഹായിക്കുമെന്നാണ് പാർട്ടി ഉന്നതാധികാര സമിതി കരുതുന്നത്.